നമസ്കാരം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ച റാലിയുമായി മുസ്ലിം ലീഗ്. കാവൽക്കാരൻ തന്നെ കയ്യേറുന്ന സ്ഥിതിവിശേഷമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ രാജ്യത്തുള്ളതെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ വലിയ രീതിയിലാണ് പ്രസംഗം നടത്തിയത്. അദ്ദേഹം BJP അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. BJP സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് സാദിഖ് അലി തങ്ങൾ ഉന്നയിച്ചത്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ടെന്നാൽ വഖഫ് നിയമ ഭേദഗതിയിലൂടെ അത് ഇല്ലാതായിരിക്കുകയാണ്. പൗരന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുകയെന്നത് ഭരണകൂടത്തിന്റെ കടമയാണ്. കാവൽക്കാരാകേണ്ട ഭരണകൂടം ഇവിടെ കയ്യേറ്റക്കാരാവുകയാണെന്നാണ് സാദിഖ് അലി തങ്ങൾ പറയുന്നത്. വഖഫ് ഭേദഗതി നിയമം വർഗീയതയും മതങ്ങൾ തമ്മിലുള്ള അകൽച്ചയും കൂട്ടി. ഇത്രയധികം എതിർപ്പുണ്ടായ മറ്റ് ബില്ലുകൾ ഉണ്ടായിട്ടില്ല. നിയമനിർമ്മാണ സഭയെ അധപ്പതിപ്പിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. ജനാധിപത്യത്തിനെതിരായ പരീക്ഷണ നിയമമാണ് മൂന്നാം മോദി സർക്കാരിന്റെ വഖഫ് ഭേദഗതി നിയമം. രാജ്യത്തിന്റെ ഭരണഘടനയെ ചെറുതാക്കുന്ന നിയമമാണിത്. ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല, നമ്മുടെ പാരമ്പര്യത്തിന് എതിരാണിത്. ബഹുസ്വരതയുടെ കാവൽ കേന്ദ്രമായ പാർലമെന്റിനെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ BJP ആയുധമാക്കുകയാണ്. ഫാസിസം അവർക്ക് ഇഷ്ടമില്ലാത്തവരെയെല്ലാം ശത്രുക്കളായി കാണുകയാണ്. ഇപ്പോൾ അവർ മുസ്ലിങ്ങൾക്കെതിരെയാണ്. ഇനിയും അവർ ഇഷ്ടമില്ലാത്ത മറ്റുള്ളവർക്കെതിരെ തിരിയുമെന്നത് എല്ലാവരും തിരിച്ചറിയണം. ഇതിനെയെല്ലാം നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കണം. ജനവിരുദ്ധ നിയമങ്ങൾക്കെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം തുടരും. സുപ്രീം കോടതിയിൽ നിന്നും തികച്ചും നീതി നമുക്ക് പ്രതീക്ഷിക്കാം. പോരാട്ടം തുടരുന്നുള്ള ആവേശം നൽകുന്നതാണ് ഈ റാലിയെന്നും തങ്ങൾ പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്തുടനീളം നടക്കുന്ന പ്രതിഷേധം അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അതിനെ ജനാധിപത്യപരമായി ചെറുക്കും. സുപ്രീം കോടതി ബുധനാഴ്ച വാദികളുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുത്തു എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെയാണ് സർക്കാർ നീക്കമെങ്കിൽ നാളെ ആർക്കെതിരെയും ഇത്തരം കരിനിയമങ്ങൾ ചുട്ടെടുക്കാം. മുനമ്പം വിഷയത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിക്കൂടാ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വിഷയം ദുരുപയോഗം ചെയ്യുകയാണ്. ലീഗ് മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ്. അവിടെ സാമുദായിക സൗഹൃദത്തിലാണ് ഊന്നൽ നൽകുന്നത്. വിഷയത്തിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുള്ള ആശയവിനിമയം തുടരുമെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. രാജ്യത്ത് നിരന്തരം കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് മോദി സർക്കാരെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പോരാട്ടങ്ങൾക്കൊപ്പമാണ്. ജനങ്ങളെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുകയാണ് BJP സർക്കാർ ചെയ്യുന്നതെന്നും ഗൌഡ കുറ്റപ്പെടുത്തി. മുനമ്പം വിഷയത്തിൽ കുറുക്കന്റെ കണ്ണുമായി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ജനങ്ങളെ ഭിന്നിപ്പിച്ച് മുതലെടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അതേ നയം തന്നെയാണ് സംസ്ഥാന സർക്കാരും പയറ്റുന്നത്. പ്രശ്നം എങ്ങനെ പരിഹരിക്കാതിരിക്കണമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. മോദിക്ക് ആളെ കൂട്ടുകയാണ് അവർ. മതേതരത്വത്തിന്റെ കരുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. വഖഫ് സംരക്ഷണത്തിനായി മുസ്ലിം ലീഗ് നടത്തിയ മഹാറാലിയിൽ കടപ്പുറം സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി. വൻ ജനാവലിയാണ് ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്.